അപ്പോൾ ഗൈസ് എല്ലാവർക്കും ആദ്യം തന്നെ ഒരു ബിഗ് സോറി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ ഞാൻ 2-ാം തീയതി തന്നെ ഇടണമെന്ന് വിചാരിച്ചാണ്, പക്ഷേ എന്നെക്കൊണ്ട് പറ്റിയില്ല. എനിക്ക് വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും ഭയങ്കര വയ്യായികയും ക്ഷീണമൊക്കെ ആയിരുന്നു. ബട്ട് ഞാൻ എഡിറ്റ് ചെയ്യാൻ നോക്കി. കുറച്ച് നേരം എഡിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കരമായിട്ട് തലവേദന എടുക്കാൻ തുടങ്ങി. അപ്പോഴത്തേക്കും ഞാൻ പിന്നെ നിർത്തി കിടന്നുറങ്ങി. പിന്നെ ഇന്നലെ ആണെങ്കിൽ എനിക്ക് കുറച്ച് തിരക്കായിപ്പോയി, അതുകൊണ്ട് എനിക്ക് വീഡിയോ ഇടാനും എഡിറ്റ് ചെയ്യാനും ഒന്നും പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് ഈ വീഡിയോ ഞാൻ ഇടുന്നത്. അപ്പോൾ ഈ വീഡിയോ എൻ്റെ 2-ാം തീയതിയിലെ ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ഹോപ്പ് യു ഗൈസ് എൻജോയ് ദിസ് വീഡിയോ. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യെസ് ഗൈസ്, എൻ്റെ ബർത്ത്ഡേ ആണിന്ന്. യാ ഗൈസ്, ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. ഞാൻ ജനിച്ചിട്ട് ഇന്നേക്ക് 19 വർഷമായി. അങ്ങ് 2006 ആഗസ്റ്റ് 2-ാം തീയതിയാണ് ഗൈസ് ഞാൻ ഉണ്ടായത്. സമയമൊന്നും എനിക്ക് ഓർമ്മയില്ല. സമയം ഓർക്കാനുള്ള പ്രായമല്ലായിരുന്നല്ലോ എനിക്ക്. അമ്മയ്ക്ക് അറിയായിരിക്കും ചിലപ്പോൾ, എനിക്കറിഞ്ഞൂടെ. ഞാനിത് ചോദിച്ചിട്ടുണ്ടായിരുന്നു പ്രാവശ്യം, പക്ഷെ ഞാൻ പറഞ്ഞു. എന്തായാലും 2006 ആഗസ്റ്റ് 2-ാം തീയതിയാണ് ഞാൻ ജനിച്ചത്, അത് ഉറപ്പാണ്. അപ്പോൾ ആ ദിവസമാണ് ഇന്ന്. അപ്പോൾ ഇന്നേക്ക് എനിക്ക് 19 വയസ്സ് പൂർത്തിയായി ഗൈസ്. യാ, അപ്പോൾ ഇപ്രാവശ്യം വലിയ അടിപൊളി സെറ്റപ്പ് ഒന്നുമില്ല. ഇപ്രാവശ്യം എൻ്റെ ബാക്ക് ടു മൈ കുട്ടി സെറ്റപ്പ്. ഇത് ഒട്ടിക്കുന്നതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. നിങ്ങൾക്കറിയാമല്ലോ ഞാൻ ഇതെങ്ങനെയാണ് എങ്ങനെയാ ഇവിടെ ഒട്ടിച്ചെന്നുള്ളതൊക്കെ. ഞാൻ ഓൾറെഡി ഇതിന് മുമ്പത്തെ എൻ്റെ ബർത്ത്ഡേ വീഡിയോസിൽ ഇത് കാണിച്ചിട്ടുള്ളതാണ്. അത്രയും കൂടെ ഞാൻ ഇന്നൊന്നും ചെയ്തിട്ടില്ല. ഭയങ്കര സിമ്പിൾ ആൻഡ് എലഗൻ്റ് ആയിട്ടുള്ള ബർത്ത്ഡേ സെലിബ്രേഷനാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അടിച്ചു പൊളിച്ചായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് നല്ല രീതിയിൽ അടിച്ച് പൊളിച്ച് ആഘോഷിക്കണം എന്ന് ആഗ്രഹമുള്ളത്, അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അടിപൊളിയാക്കിയായിരുന്നു. ബട്ട് ഇപ്പോൾ മിനിമലാക്കാൻ വേണ്ടി കഴിഞ്ഞ കൊല്ലം അടിപൊളിയാക്കിയതുണ്ട്. ഞാൻ അടുത്ത കൊല്ലം നമുക്ക് കുറച്ച് അടിപൊളിയാക്കാം, നിങ്ങളുടെ സഹകരണം ഉണ്ടെങ്കിൽ. യാ ഗൈസ്, അപ്പോൾ ഇപ്രാവശ്യം മിനിമലാണ്. ഇനി ഞാൻ ഇന്ന് ഇത്രയും നേരം കൊണ്ട് എന്ത് ചെയ്തു എന്ന് പറയാം. ഇന്ന് രാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റു. ഇപ്പം സമയം 11:30 സമയം. ഇതുവരെ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, രാവിലെ ഞാൻ എഴുന്നേറ്റ് രാവിലെ പള്ളിയിൽ പോയി തിരിച്ചു വന്നു. അത് കഴിഞ്ഞ് എനിക്കൊരു ഓൺലൈൻ ക്ലാസ് ഉണ്ടായിരുന്നു, എക്സാം പ്രിപ്പറേഷന് വേണ്ടി ഒരു ഓൺലൈൻ ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ പപ്പ പോയി കേക്ക് എടുത്തുകൊണ്ട് വന്നു. ഞാൻ പോയില്ലായിരുന്നു ഈ ക്ലാസ് ഉള്ളതുകൊണ്ട്. പക്ഷേ കേക്ക് എടുക്കാൻ പോയ 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ക്ലാസ് കഴിഞ്ഞു. ഇല്ലെങ്കിൽ എനിക്ക് പോയായിരുന്നു, പക്ഷെ പോയില്ല. അപ്പോൾ അങ്ങനെ കേക്കൊക്കെ എടുത്തുകൊണ്ട് വന്നു. പിന്നെ ഫോട്ടോ എടുത്തായിരുന്നു, സാരമില്ല. സ്പെല്ലിങ് പറഞ്ഞു കൊടുത്തില്ലായിരുന്നോ? അപ്പോൾ അതാണ് ഗൈസ് മെയിൻ പ്രശ്നം. എൻ്റെ പേരിൻ്റെ സ്പെല്ലിങ് തെറ്റിയാണ് ഇതിൻ്റെ അകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. പിന്നെ ആ ഫ്രണ്ടിലത്തെ 2-3 പൂ പോയിട്ടുണ്ട്. അത് വരുന്ന വഴിക്ക് പറ്റിയ പ്രശ്നമാണ്, അത് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനൊരു ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ കേക്ക് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ അതുപോലെ പറ്റാതിരിക്കാനായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ പൂ പോയത്. അത് സാരമില്ല. ബട്ട് എന്നാലും എൻ്റെ പേര് തെറ്റിച്ചെഴുതി, അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. പപ്പ സ്പെല്ലിങ് പറഞ്ഞു കൊടുത്തില്ല ഗൈസ്, എന്ത് ചെയ്യാനാ. ഇപ്രാവശ്യം കേക്ക് ഓർഡർ ഞാൻ ഒരിക്കലും പോകാറില്ല. ബട്ട് ഇതുവരെ എനിക്ക് സ്പെല്ലിങ് തെറ്റി വന്നിട്ടില്ല. അടുത്ത പ്രാവശ്യം കേക്ക് ഓർഡർ ചെയ്യാൻ പോകുമ്പോൾ ഞാനും കൂടെ പോകുന്നുണ്ട്, ഇല്ലെങ്കിൽ ശരിയാവില്ല. പിന്നെ ഇത്രയും നേരം ഒരു 9 മണി ആയപ്പോൾ ക്ലാസ് കഴിഞ്ഞു. 9:15 ആയപ്പോഴത്തേക്കും പപ്പ കേക്കും കൊണ്ടും വന്നു. അത് കഴിഞ്ഞ് ഇവിടെ ഇരുന്ന് ഞാൻ റീൽസ് തോണ്ടി എങ്ങനെ ബർത്ത്ഡേൻ്റെ ഒരു റീൽസൊക്കെ ഞാൻ കണ്ടു. അപ്പം ഞാൻ അതൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിരിക്കുക. അപ്പോൾ അതെടുക്കാനുണ്ട്, അത് പോട്ടെ. അപ്പോൾ അതൊക്കെ കുറച്ച് നോക്കി വെച്ചു. പിന്നെ ഫുൾ ടൈം റീൽ തോണ്ടിക്കൊണ്ടിരിക്കുമായിരുന്നു ഇത്രയും നേരം. പിന്നെ ഫുഡാണല്ലോ മുഖ്യം, അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കിയുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. ഇനി ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്, നിങ്ങളോട് വന്ന് സംസാരിക്കുന്നു. ഇനി വേണം പോയി റെഡിയായി റീൽ എടുക്കാൻ. അപ്പോൾ ഞാൻ പോയി റെഡി ആവട്ടെ.
അപ്പോൾ ഇതാണ് ഗൈസ് എൻ്റെ മേക്കപ്പ് ലുക്ക്. എങ്ങനെയുണ്ട്? കൊള്ളാവോ? രസമുണ്ടോ? ഇഷ്ടപ്പെട്ടോ? രസമുണ്ടോ കാണാൻ? അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ലുക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യേ. അപ്പോൾ ഞാൻ പോയി വീഡിയോ ഒക്കെ എടുക്കട്ടെ. അപ്പോൾ ഇതേ കേസ് ഞാനങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഫുഡ് പപ്പ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേ കേസ് നല്ല ആവി പറക്കുന്ന ബിരിയാണി. അപ്പോൾ നമുക്ക് കഴിച്ച് തുടങ്ങാം. ഞാനങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ച് കഴിഞ്ഞെത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ, കുറച്ച് നേരം ഇങ്ങനെ ഇവിടെ മഴ പെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ചെറുതായിട്ട് തൂളുന്നുണ്ട്, ഒരുപാട് ശക്തമായിട്ട് പെയ്യുന്നൊന്നുമില്ല, തൂളുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ മഴയൊക്കെ കണ്ട് ആസ്വദിച്ച് കുറച്ച് നേരം റീലും വീഡിയോസോ എന്തെങ്കിലുമൊക്കെ കണ്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കണം. അത് കഴിഞ്ഞ് വൈകുന്നേരം കേക്ക് മുറിക്കണം. അങ്ങനെ കുറച്ച് കുട്ടി കുട്ടി പരിപാടികളേ ഉള്ളൂ. അപ്പം ഞാൻ കുറച്ച് നേരം കഴിഞ്ഞ് വരാം. ഞാനിവിടെ റീലെടുത്തോണ്ടിരിക്കുകയായിരുന്നു. ഒടുക്കത്തെ കാറ്റ് കേസ് കാണാൻ പറ്റുന്നുണ്ടോ? സൗണ്ട് കേൾക്കുന്നുണ്ടോ? ഭയങ്കര കാറ്റ്. ഒടുക്കത്തെ കാറ്റും മഴയും കേസ്. മഴ വലിയ കാര്യമായിട്ടില്ല, ചെറുതായിട്ടുള്ളൂ. പക്ഷെ ഒടുക്കത്തെ കാറ്റ് കണ്ടോ? നല്ല രസമുണ്ട് കേസ് കാലാവസ്ഥ കാണാൻ. ഇതേ കേസ്, ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഇപ്പോഴത്തെ ലുക്ക്. ഇപ്പം നമ്മൾ കട്ട് ചെയ്യാൻ പോകും, കുറച്ച് നേരത്തിനുള്ളിൽ കട്ട് ചെയ്യും. പപ്പ പാൽ കൊടുക്കാൻ പോയത്, അപ്പോൾ അതിൻ്റെ തന്നെ കട്ട് ചെയ്യും. ഇതേ കേസ് കത്തി. ഫ്രണ്ടിലത്തെ ഡിസൈൻ ഇച്ചിരി പോയത് വൃത്തിയുടായതൊന്നും കാണുന്നില്ലല്ലോ. ഇങ്ങനെ നോക്കുമ്പോൾ കാണുന്നില്ല, അല്ലാതെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നതും കാണുന്നൊന്നുമില്ല, കുഴപ്പമില്ല. അങ്ങനെയുണ്ട് കേസ്. പക്ഷെ എൻ്റെ സി അവർ തെറ്റിച്ചെഴുതിയത് എനിക്ക് സങ്കടമായി ഗൈസ്. പക്ഷേ അത് അവരുടെ കുഴപ്പമല്ല, അതുകൊണ്ട് തന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇതാണ് ഗൈസ് നമ്മുടെ കേക്ക്. എനിക്കിന്ന് കട്ട് ചെയ്ത് തിന്നാം. എൻ്റെ കേക്കിൻ്റെ ഈ ഫുൾ ഡിസൈൻ എങ്ങനെയുണ്ട്? കൊള്ളാവോ? എനിക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യണേ. കേക്കിൻ്റെ ലുക്ക് എങ്ങനെയുണ്ടെന്നുള്ളത്. അപ്പോൾ ഇതേ ഗൈസ് നമ്മുടെ സമയം അങ്ങനെ ആഗതമായിരിക്കുന്നു. യെസ് ഗൈസ്, ആ സമയം ഇങ്ങനെ വന്നു ചേരുകയാണ്. പപ്പ പാല് കൊടുത്ത് വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ കേക്ക് കിട്ടി. യെസ് ഗൈസ്, ഇപ്പം തന്നെ ആ സമയം ആഗതമാകാൻ പോവുകയാണ്. ഇവിടെ ഫുള്ളും മഴയാണ് ഗൈസ്, ഒരു രക്ഷയില്ല, ഒടുക്കത്തെ മഴയാണ്. ഇതേ ഗൈസ് കത്തിയും കേക്കും, കത്തി ലൈറ്ററും. അപ്പോൾ ലൈറ്റർ നമുക്ക് ഇവിടെ വെക്കാം, കത്തി നമുക്ക് ഈ സൈഡിൽ വെക്കാം. യെസ് ഗൈസ്, അപ്പോൾ നമ്മുടെ സംഭവം ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡാഡി വരാനായി വെയിറ്റ് ചെയ്യാം, എന്നിട്ട് നമുക്ക് കട്ട് ചെയ്യാം, എന്നിട്ട് നമുക്ക് തിന്നാം. അപ്പോൾ ഗൈസ് നമ്മുടെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളും സെലിബ്രേഷനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗൈസ് പപ്പ കേക്ക് എടുത്ത് തിന്നുന്നു. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ കുട്ടി ബർത്ത്ഡേ സെലിബ്രേഷൻ. അപ്പോഴത്തെ കേസ് ഒരാൾ കേക്ക് എടുത്ത് കഴിഞ്ഞപ്പോൾ അടുത്തയാൾ കേക്ക് എടുക്കാൻ വരുന്നു.
പമ്മി ക്യാമറ ഓൺ ആണെന്ന് കണ്ടതുകൊണ്ട് കേക്ക് എടുക്കാൻ വരാൻ കുറച്ച് മടിയുണ്ടായിരുന്നു, അതാ വരാൻ കുറച്ച് ലേറ്റായി. ഗൈസ്, ഞാൻ കേക്ക് കഴിച്ച് തീർന്നിട്ടുണ്ട്. എനിക്ക് ഒരു കഷ്ണം കൂടി എടുക്കണം ഗൈസ്. പപ്പയുടെ ഗൈസ് അടുത്ത കഷ്ണം കേക്ക് എടുക്കാൻ പോകുന്നു. ഷുഗറുള്ള ആളാണ്, എന്നിട്ടാണ് ഇത്ര കേക്ക് തിന്നുന്നത്. നിങ്ങൾ നോട്ട് ചെയ്യണം ഗൈസ്. എന്തായാലും ഒരു ദിവസമേ ഉള്ളൂ, സാരമില്ല, അതുകൊണ്ട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. ഓട്ടെ. അപ്പോൾ അടുത്ത കഷ്ണം ഞാൻ എടുക്കാൻ പോവുകയാണ് ഗൈസ്. എവിടെ നിന്ന് എടുക്കണം എന്നാണ് ഞാൻ ഈ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞാനൊരു വലിയ കഷ്ണം എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. കുറച്ച് അധികം വലിപ്പമുള്ള കഷ്ണമാണ്. എപ്പോഴൊന്നും തിന്നാൻ കിട്ടില്ല ഗൈസ്. അപ്പോൾ കിട്ടുമ്പോൾ നമ്മൾ ആസ്വദിച്ച് കുറേ കഴിക്കണം. എനിക്കങ്ങനെയാണ്. ഇത് ബ്ലാക്ക് ഫോറസ്റ്റ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കേക്കാണ് ബ്ലാക്ക് ഫോറസ്റ്റ്. ഞാൻ കൂടുതലും ബർത്ത്ഡേക്ക് മേടിക്കാറുള്ളതും ബ്ലാക്ക് ഫോറസ്റ്റ് ആണ്. ഞാൻ കൂടുതൽ കഴിച്ചിട്ടുള്ളതും ബ്ലാക്ക് ഫോറസ്റ്റ് ആണ്. എനിക്കിഷ്ടമുള്ളത്, ഏറ്റവും ഇഷ്ടം എന്ന് വെച്ചാൽ ബട്ടർ സ്കോച്ചാണ്. ബട്ട് എനിക്ക് എല്ലാ ബട്ടർ സ്കോച്ച് കേക്കും ഇഷ്ടമല്ല. ചിലരുണ്ടാക്കുന്നത് മാത്രം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബട്ട് ബ്ലാക്ക് ഫോറസ്റ്റ് അങ്ങനെയല്ല, എനിക്ക് എവിടെ നിന്ന് മേടിച്ചാലും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതാണ് കേസ് ഞാനിങ്ങനെ തിന്നുന്നത്. കൊള്ളാം കേസ്, നല്ല കേക്കാണ്. ബട്ട് അവരതിൻ്റെ ഇടയ്ക്കൂടെ സ്ട്രോബെറി സിറപ്പ് എന്തോ ഒഴിച്ചിട്ടുണ്ട്. അത് മാത്രം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, കാരണം എനിക്ക് സ്ട്രോബെറി ഇഷ്ടമല്ല. അത് സാരമില്ല, ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. പക്ഷേ കേക്ക് ഓവറോൾ കൊള്ളാം. ഇപ്പം ഇതാണ് ഗേസ് ഇവിടുത്തെ അവസ്ഥ. കേക്കൊക്കെ കാൽഭാഗം തീർന്നു ഗേസ്. ഇവിടെ നമ്മുടെ 19 ഇരിപ്പുണ്ട്. അപ്പം ഇതാണ് ഗേസ് നമ്മുടെ കേക്ക്. ഇനി ഒരു സാധനം കൂടെ ഉണ്ട് ഗേസ്, പായസം. എൻ്റെ ഫേവറേറ്റ് സേമിയ പായസം. എനിക്കറിയാലോ, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എൻ്റെ ഫേവറേറ്റ് സാധനമാണ് എന്നുള്ളത്. അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ പരിപാടി നോക്കാം. അപ്പോൾ മമ്മി അവിടെ പായസം ഉണ്ടാക്കാനുള്ള പരിപാടി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വന്ന് ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ ഇടയ്ക്ക് ഓരോ മുന്തിരി കട്ട് തിന്നുന്നു. ഇതൊക്കെയാണ് എൻ്റെ ജോബ്. അല്ലെങ്കിലും മുന്തിരി ഇങ്ങനെ എന്തിനേലും ഇടാൻ വേണ്ടി എടുത്തു വെച്ചിരിക്കുന്നത് ഇങ്ങനെ പെറുക്കി തിന്നാൻ നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ എത്ര പേര് പെറുക്കി തിന്നാറുണ്ട് ഗീസ്? ഞാൻ തിന്നാറുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തിന്നാൻ. അപ്പം ഇതേ ഗൈസ് നമ്മളിവിടെ സേമിയ വറുത്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പേര് സേമിയ എന്ന് തന്നെയല്ലേ, അല്ല ഇനി വേറെ എന്തെങ്കിലും പറയുമോ? എനിക്കറിയില്ല ഗൈസ്. നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യൂ. ഇതേ ഗൈസ് അങ്ങനെ നമ്മുടെ സേമിയ ഇവിടെ ഏറെക്കുറെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. റെഡി ആയിട്ടില്ല, കുറച്ച് നേരം കൂടെ കഴിയുമ്പോൾ റെഡിയാവും. ഇതേ ഗൈസ് നല്ല സ്മെല്ലൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ കുടിക്കാൻ തോന്നുന്നു. അങ്ങനെ ഇതേ പായസമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാനതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റി. ഞാൻ ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു ഗൈസ്, കാരണം ചൂടോട് കുടിച്ചൊരു ടേസ്റ്റ് കിട്ടില്ല. പായസം തണുത്തിട്ട് കുടിക്കണം. അപ്പോഴത്തെ ഗൈസ് ഞാൻ പായസം കുടിക്കാൻ പോവുകയാണ്. കൊള്ളാം ഗൈസ്, കൊള്ളാം. ബട്ട് ഇതിൻ്റെ ശരിക്കും ടേസ്റ്റ് വരുന്നത് പിറ്റേ ദിവസമാണ്. ഇതുണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസം എടുത്ത് കഴിക്കണം. എൻ്റെ ദൈവമേ, എന്ത് ടേസ്റ്റാണെന്നറിയോ? അടിപൊളിയാണ് ഗൈസ്. നിങ്ങളങ്ങനെ കഴിച്ചിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് കഴിക്കണം, കാരണം അടിപൊളിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കഴിക്കാൻ. ബട്ട് ഇപ്പോഴും കഴിക്കാൻ കൊള്ളാം, പക്ഷേ അങ്ങനെ കഴിക്കുമ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് ഗൈസ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ എന്തായാലും ഞാൻ ഈ പായസം കുടിച്ച് തീർത്തിട്ട് വരാം. അപ്പോൾ ഇതേ ഗൈസ് നമ്മുടെ പായസമൊക്കെ അങ്ങനെ ഫിനിഷ് ആയിട്ടുണ്ട്. ഞാൻ ടിവിയും കണ്ട് ഇങ്ങനെ പായസം ഇങ്ങനെ പയ്യെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അതുകൊണ്ട് കുറച്ച് സമയം എടുത്ത് കുടിച്ച് തീർക്കാൻ, പക്ഷേ ആസ്വദിച്ച് കുടിച്ചു. കൊള്ളാം ഗൈസ്, നന്നായിട്ടുണ്ടായിരുന്നു പായസം. അങ്ങനെ പായസം തീർന്നിട്ടുണ്ട്. അപ്പോൾ ഗൈസ് എൻ്റെ എനർജിയൊക്കെ പോയി ഗൈസ്, ഫുൾ ടയേർഡായി. അതുകൊണ്ട് ഔട്ട്ഡോർ എടുക്കാനുള്ള ഒരു എനർജി ഒന്നും ഇല്ല ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു ദിവസം വേറൊരു വീഡിയോ ഞാൻ വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും ബൈ.